2 ക്യാരറ്റും 2 വലിയ പൊട്ടറ്റോയും 1 ഉള്ളിയും 1 പച്ചമുളകും 1/2 കപ്പ് ഗ്രീൻ പീസുമാണ് ഞാൻ എടുത്തത്. കുക്കർ ചൂടായി. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം മാത്രമേ മറ്റ് വെജിറ്റബിൾസ് ചേർക്കുന്നുള്ളൂ. ഉള്ളി ഏകദേശം വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം കൂട്ടി 1 വിസിൽ വരുത്തി പിന്നെ ഫ്ലെയിം കുറച്ച് 3 മിനിറ്റാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഒന്ന് ഇവ ചെറുതായി ഒന്ന് ഉടച്ച് യോജിപ്പിക്കാം. വെള്ളം എക്സ്ട്രാ ഉണ്ടെങ്കിൽ സ്റ്റൗ ഓണാക്കിക്കൊണ്ട് തന്നെ ഇളക്കിയാൽ വെള്ളം വറ്റിപ്പോയിക്കോളും. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആട്ട കുഴച്ചെടുക്കാം. 1/2 കപ്പ് ആട്ടയാണ് എടുത്തത്. ഇവ ഞാൻ കുഴച്ച് വെച്ചിട്ട് 20 മിനിറ്റോളായി. ഇത് ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവ പരത്താം. അധികം കട്ടി കുറച്ച് പരത്തണ്ട കേട്ടോ. അധികം കട്ടി കുറച്ചാൽ പിന്നെ നമുക്കത് ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പരത്തിയതിനെ കത്തി ഉപയോഗിച്ച് 2ആയി മുറിക്കാം. മുറിച്ച ഭാഗത്തിൻ്റെ 2 അറ്റവും കൂട്ടിപ്പിടിച്ച് ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട് നമുക്കതിലേക്ക് ഫില്ലിങ് ചെയ്യാം. കുറച്ച് മാത്രമേ ഫില്ലിങ് ചെയ്യാവൂ. അധികം ചെയ്താൽ പിന്നെ അത് അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റത്തെല്ലാം കുറച്ച് ഒന്ന് വെള്ളം തൊട്ട് നനയ്ക്കാം. എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇടാം. രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. ഇനി ഓരോന്നായി കോരിയെടുക്കാം. സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.